ഹേ ഗായ്സ്, ആരാധകരെ ശാന്തരാഘവൻ. ഇത് ഒരു യൂട്യൂബിലെ ഷോർട്ട് വീഡിയോ ആണിത്. ജിസ്മ വിമൽ പ്രൊഡക്ഷനിലാണ് ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാ വീഡിയോയ്ക്കും കിടിലം ക്വാളിറ്റിയാണ്, ഇവരുടെ കിടിലം കണ്ടൻറ് ക്വാളിറ്റിയാണ്, കിടിലം മേക്കിംഗ് ക്വാളിറ്റിയാണ്. ഈ ഒരു വീഡിയോയ്ക്കും അത്രയും കണ്ടൻറ് ക്വാളിറ്റിയും അത്രയും ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു കിടിലം വീഡിയോ. ഇപ്പോഴത്തെ കറണ്ട് നടക്കുന്ന കുറേ സിറ്റുവേഷൻസുമായിട്ട് നമുക്കിത് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് വനിതാ വിനീതയിൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്നവർക്ക് ഈ ഒരു സീൻസ്, കുറേ അധികം സീൻസ് നമുക്കിതിനകത്ത് നിന്ന് റിലേറ്റ് ചെയ്ത് ആ ഒരു സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇവർ അവിടെ വെച്ചിട്ടാണ് ഈ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ടുള്ളതെന്ന് തോന്നും. ഒരിക്കലും തിയേറ്റർ വെച്ചിട്ടാണ് സാധനം ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ജിസ്മയും വിമലും കൂടി, വിമൽ റിവ്യൂവറായിട്ടാണ്, ഒരു റിവ്യൂ എന്ന ആൾ റിവ്യൂവറായിട്ട് ഒരു സിനിമ കാണാനായിട്ട്, ആവേശം കാണാനായിട്ട് പോകുന്നു റിവ്യൂ ചെയ്യാനായിട്ട്. അപ്പോൾ കൊണ്ടുവന്ന കുറേ ഫണ്ണി മൊമെൻറ്റ്സ്, അവർ തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ട് ആ ഒരു സിനിമ കണ്ട് ഇറങ്ങുന്നത് വരെയുള്ള കിടിലം കുറേ മൊമെൻറ്റ്സ് തിയേറ്ററിനകത്ത് നടക്കുന്നത്. ഇപ്പം ഫോർ സപ്പോസ് മറ്റേ കരയുന്ന കൊച്ചിനെയും കൊണ്ട് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഫോൺ വിളിക്കാനായിട്ട് വരുന്ന ഒരാൾ കാണും. തിയേറ്ററിൽ എന്തായാലും ഇത് കാണും. കരയുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് വരുന്ന ഒരാൾ എന്തായാലും കാണും. അതുപോലെ തന്നെ സംസാരിക്കാനായിട്ട്, ഫോൺ വിളിക്കാനായിട്ട്, നമ്മളെ ശല്യം ചെയ്യാനായിട്ട് വരുന്ന കുറച്ച് പേര് അവർ തിയേറ്ററിൽ കാണും. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട്, ഫുഡ് കഴിക്കാനായിട്ട് കുറേ ലേസും സാധനങ്ങളുമായിട്ട് വരുന്നതാണ്. അതിനകത്ത് കുറേ ജിസ്മയുടെ കുറേ കിടിലൻ സാധനങ്ങളുണ്ട്. വർക്കൗട്ട് ആയിട്ടുണ്ട്. ഭയങ്കര കെമിസ്ട്രിയാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തമ്മിൽ. ആ തിയേറ്ററിൽ നടക്കുന്നതും അതിനുശേഷം ഈ സിനിമ എങ്ങനെ കണ്ടു തീർക്കുന്നു എന്നുള്ളതും ഒക്കെയാണ് ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളത്. ഭയങ്കര ക്രിയേറ്റീവായിട്ട് എങ്ങനെ ആ ഒരു വീഡിയോ ചെയ്യാമെന്നവർ കാണിച്ചിട്ടുണ്ട്. പലരും തിയേറ്ററിലെ റെസ്പോൺസൊക്കെ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തിയേറ്ററിനകത്ത് അളവ് സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്ര ക്രിയേറ്റീവായിട്ട് ഇത്രയും വലിയൊരു പ്രൊഫഷണൽ ആരും കാണിച്ചില്ല. ഒരു കിടിലൻ വീഡിയോ ആണ്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1 മില്യൺ വ്യൂസ് ഉണ്ടോ അതിന് കഴിഞ്ഞിട്ടുണ്ട്. 2 ദിവസമായ ഒരു സാധനം ഇറങ്ങിയിട്ട് ഒരു 40 മിനിറ്റ് എന്തോ ഡ്യൂറേഷൻ ഉള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ വീഡിയോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഫണ്ണി വീഡിയോ ആണ്. ആ ഒരു 40 മിനിറ്റ് നമ്മളെ വർത്തായിട്ടുള്ള 40 മിനിറ്റ് ഉള്ള ഒരു കിടിലൻ വീഡിയോ ആണ്. ആരാധകരെ ശാന്തരാഘവൻ, കറക്റ്റാണ് ആരാധകരെ ശാന്തരാഘവൻ എന്നുള്ള ആ ഒരു സാധനം. ഇപ്പം നമ്മൾ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ഈ സെയിം നമ്മൾ VIP പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം അവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഭയങ്കര സൈലൻ്റായിട്ട് ഒരു നോർമൽ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ പോകുന്ന ആൾക്ക് സൈലൻ്റായിട്ടിരുന്ന ഒരു സിനിമ കാണാനായിട്ട് പറ്റില്ല. അവർക്ക് അതായത് നമുക്ക് ആ ഒരു സിനിമയുടെ ചിലപ്പോൾ ഫീൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ചില സീനുകളൊന്നും. നമുക്ക് ക്രൗഡഡായിട്ടുള്ള പ്രേക്ഷകരല്ല എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ ക്രൗഡായിട്ടുള്ള സ്ഥലത്തിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇവർ VIP പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ, അതിനകത്ത് മറ്റേ ഇൻട്രോ സ്റ്റോറി ഇടുന്ന സാധനം, അത് കിടിലം ഷോർട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. കിടിലമായിട്ട് അത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഭയങ്കര രസകരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പല സാധനങ്ങൾ ഇപ്പം റിവ്യൂവേഴ്സിനെ പറയുന്നുണ്ട്, പക്ഷേ ആരെയും ഇങ്ങനെ ഹർട്ട് ചെയ്തുകൊണ്ടൊന്നുമല്ല, ഭയങ്കര ഫണ്ണിയായിട്ട് പറയുന്നു. ഓരോ റിവ്യൂവറിൻ്റെ പ്രശ്നങ്ങൾ, അതായത് സിനിമ കാണാൻ പോകുമ്പോൾ ഡയറിയായിട്ട് കൊണ്ടുവരും, ഡയറിയിൽ ഓരോ പോയിൻറ്റ്സൊക്കെ എഴുതേണ്ടി വരും. അങ്ങനെ പറയുന്നു. കുറേ സാധനങ്ങൾ കാണിച്ച് അടിപൊളി ഭയങ്കര രസകരമായിട്ട് പോകുന്ന 40 മിനിറ്റുള്ള ഒരു കിടിലൻ വീഡിയോ ആണ് ആരാധകരെ ശാന്തരാഘവൻ എന്ന് പറയുന്നത്.